എനിക്ക് സെമിനാർ ഉണ്ട് ഗൈസ്, കോളേജിൽ പോവാണ്. നമ്മുടെ ഫാഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാം 300 താഴെ. ഡൈനാമിക് ഡ്യൂ ഓഫ് കോളേജ് ഗോയിങ് ഗേൾസ്. 30 എനിക്ക് ലൂസായ കേസും ഉണ്ട്, 32 എനിക്ക് ടൈറ്റ് ആയ കേസും ഉണ്ട്. ഫ്ലഷി ആയിട്ടുള്ള ഓറഞ്ച് അല്ലേ. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു മൂഡ് കാണത്തില്ല, എന്തെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് കോളേജിൽ പോയാൽ മതി. ഇതിന്റെ സൈസ് വന്നിട്ട് ആക്ച്വലി ഇതൊക്കെ കോളേജിൽ ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര വൈബ്രന്റ് ആണ് കേട്ടോ. Welcome back to my channel Pinterest TV. Hey, are you all happy? ഇന്ന് നമ്മുടെ ഫാഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫാഷൻ സീരീസിൽ നമ്മൾ കുറേ കോളേജ് ഗോയിങ് ഗേൾസിന് വളരെ അഫോർഡബിൾ ആയിട്ട്, കോളേജ് ഗോയിങ് ഗേൾസിനെന്നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. കോളേജ് ഗോയിങ് ഗേൾസിന് വളരെ ക്യൂട്ടായിട്ടിരിക്കാനും നല്ല ബബ്ലി ആയിട്ട് ചാമിങ് ആയിട്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സസ്സാണ് കാണുന്നത്. എങ്ങനെയൊക്കെ ആ ഡ്രസ്സുകൾ സ്റ്റൈൽ ചെയ്യാമെന്നുള്ളതും, പിന്നെ ഈ ഡ്രസ്സുകളെല്ലാം അണ്ടർ 300 ആണ് റേറ്റ് വരുന്നത്. എല്ലാം 300 താഴെ. ഇതിനകത്ത് കൂടുതൽ ഡ്രസ്സുകളും സ്റ്റുഡിയോയിൽ നിന്നും പിന്നെ സ്മാർട്ട് ബസാറിൽ നിന്നാണ്. ബിഗ് ബസാറിൻ്റെ അല്ല, സ്മാർട്ട് ബസാർ. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ, എല്ലാവരും ചെക്കൗട്ട് ചെയ്യണം. ഇതിനായിട്ട് നിന്നാണ് മേടിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ കാണാം. ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പാണ്. ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ് ഈസ് എ മസ്റ്റ് ഹാവ്. അതിനകത്തൊരു കൂൾ റൈറ്റിംഗ് ആണ്. ഇതിപ്പം മാർവൽ കോമിക്സ് എന്ന് പറയുന്നത്, ലൈക്ക് എവറിബഡി നോസ് മാർവൽ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ക്രോപ്പ് ആണെങ്കിലും ഇതിനൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ലുക്കാണ് ഇത് തരിക. ക്രോപ്പ് ടീഷർട്ട്, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലുക്ക്. ലൈക്ക് എല്ലാവരുടെയും കയ്യിലൊരു ക്രോപ്പ് ടീഷർട്ട് വേണം. ഹൈ വെസ്റ്റഡ് ജീൻസും ക്രോപ്പ് ടീഷർട്ടും. ദാറ്റ്സ് എ ഡൈനാമിക് ഡ്യൂ ഓഫ് കോളേജ് ഗോയിങ് ഗേൾസ്. അടുത്തത് നമുക്കൊരു ഗ്രീൻ കളർ ടോപ്പാണ്. ഇതും ഒരു ഷോർട്ട് ടോപ്പാണ്. ലൈക്ക് നമ്മൾ മഴയൊക്കെ വരുന്ന സീസണുകളിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്രൈറ്റ് ഓറഞ്ച് കളർ ഡ്രസ്സിട്ട് ഭയങ്കര വൈബ്രന്റ് ലുക്കായിരിക്കും മഴയുടെ സീസണുകളിൽ. അല്ലാതെ സമ്മർ സീസണുകളിൽ ഓൾവേസ് സമ്മർ കളേഴ്സിൽ ഒരെണ്ണമാണ് ഇതും. ലൈക്ക് അല്ലാതെ മഴയുടെ സീസണിൽ ബ്രൈറ്റ് കളേഴ്സ് ഇട്ട് നോക്കി, ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. ലൈക്ക് എവ്രിവെയർ, ലൈക്ക് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ലുക്ക് നമുക്ക് വരും. അപ്പം ഒരു മഴ സീസണിൽ ഈ കളറോ അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം തന്നെ ഓറഞ്ച് കളറോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും. അല്ല എന്താണ്, നല്ല ഫ്ലഷി ആയിട്ടുള്ള ഓറഞ്ച് അല്ലേ, അതൊക്കെ നല്ല സ്റ്റൈലായിരിക്കും റെയിനി സീസണുകളിൽ. നെക്സ്റ്റ് വി ഹാവ് ദിസ് ടോപ്പ്. ഇത് സ്റ്റുഡിയോയിൽ എടുത്തിട്ടുള്ളതാണ്. താഴെയില്ല മറ്റേ കെട്ട് വരുന്ന ടൈപ്പ്. ഇത് വളരെ ബേസിക് ടോപ്പാണ്. ഇങ്ങനത്തെ ഒരു ബേസിക് ടോപ്പ് ഈസ് ഓൾവേസ് എ മസ്റ്റ് ഹാവ് ഇൻ കോളേജ് ഗേൾസ് വാർഡ്രോബ്. ഇങ്ങനത്തെ കളേഴ്സ് ആർ ഓൾവേസ് എ ഫ്രണ്ട്. ഓക്കെ, ഇത് എല്ലാ കളർ ടോണിലുള്ളവർക്കും ഇങ്ങനത്തെ കളേഴ്സ് ചേരും. എന്തോ ടീല്, ടർക്കോയ്സ്, ഇതേപോലത്തെ കളേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ചേരും. ഒരു ബ്ലൂവിൻ്റെ ഗ്രീനിൻ്റെ മിക്സ്ചർ പോലെ അങ്ങനത്തെ കളേഴ്സ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു മൂഡ് കാണത്തില്ല, എന്തെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് കോളേജിൽ പോയാൽ മതി. ഒരു വല്ലാത്തൊരു മൂടിയായിട്ടുള്ള അവസ്ഥയിൽ, ലൈക്ക് എനിക്കിന്നുള്ള അവസ്ഥ പോലെ. എനിക്കിന്ന് സെമിനാറൊക്കെ എടുക്കാനുള്ളതാണ് ഈ കോളേജിൽ പോയിട്ട്. LLB ആൻഡ് യൂട്യൂബ് ആർ ഡൈനാമിക് ഡ്യുവോ. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്ക് എളുപ്പം എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, മുടിയൊക്കെ എങ്ങനെയെങ്കിലും കിട്ടി. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ലൈക്ക് വി ക്യാൻ ഈസിലി വെയർ ദിസ് ആൻഡ് യു വിൽ ലുക്ക് ഡാം സ്റ്റൈലിഷ്. ഇനി നമ്മുടെ ഓഫ് ദ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരേ ഒരു സാധനമാണ് നമുക്കുള്ളത്, ഒരു ഫ്രോക്ക്. ഇതൊരു ബ്ലാക്ക് ഫ്രോക്കാണ്, ബേസിക് ബ്ലാക്ക് ഫ്രോക്ക് വിച്ച് ഇസ് വെരി ഡാം ക്യൂട്ട്. ഞാൻ ക്രിസ്മസ് സെലിബ്രേഷൻ ഇതായിരുന്നു ഇതാണ് ഇട്ടിരുന്നത്. വളരെ സിമ്പിളാണ്, എറ്റ്സോ എലഗൻ്റ് ആണ് ഇഷ്ടം. അല്ല ഒത്തിരി വർക്കും അതിലൊക്കെ ഫുൾ എംബിഷ്മെൻറ്റ് അങ്ങനത്തെ ഡ്രസ്സ് വന്നു കഴിയുമ്പോൾ നോർമലി ഞാൻ ഭയങ്കര ടയേർഡാവും. അവിടെ ബ്ലാക്ക് ഫ്രോക്കുകൾ ഇസ് എ മസ്റ്റ്. അത് നമുക്ക് ഒത്തിരി പ്രോഗ്രാമുകളും ഒത്തിരി രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സൈസ് വന്നിട്ട് മീഡിയം ആണ്. ഇത് ഞാൻ കാണിച്ച എല്ലാ ടോപ്പും മീഡിയം ആണ്. എനിക്ക് തോന്നുന്നു ആദ്യം കാണിച്ച മാർവലിൻ്റെ ആ ഒരു ടോപ്പില്ലേ അത് മാത്രം സ്മോൾ ആണ്, ബാക്കിയെല്ലാം മീഡിയം ആണ്. നെക്സ്റ്റ് ഇത് വന്നിട്ട് ഒരു വൈറ്റ് നോർമൽ ടീഷർട്ടാണ്. ഇത് ഞാൻ XXL മേടിച്ചത്. സൈസ് വന്നിട്ട് XXL ആണ്. XXL വന്നിട്ട് വലിയ ലൂസൊന്നും അല്ല, ലൈക്ക് ഇത് നോർമൽ XXLന്റെ സൈസ് ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ ബേസിക്സ് ആണ്. യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് ദിസ്. ഇതിനകത്ത് വൈബ്രന്റ് കളേഴ്സ് എല്ലാം ഉണ്ട്. സ്റ്റിൽ ഇറ്റ്സ് വൈറ്റ്, ഇറ്റ്സ് വെരി പ്ലെയിൻ, ലൈക്ക് സിമ്പിൾ എറ്റ് എലഗന്റ്. ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് സ്റ്റിൽ ഇതിനകത്ത് വരുന്നത്. അടുത്തത് വി ഹാവ് എ സ്റ്റുഡിയോ ടോപ്പ് വിച്ച് ഇസ് വെരി ക്യൂട്ട്. ഡാം ക്യൂട്ട് റൈറ്റ്. ഇതിനൊരു സോഫ്റ്റ് കേൾ വൈബാണ് വരുന്നത്.
സോഫ്റ്റ് കേൾ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് കേൾ വൈബ് അത് നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ ടോപ്പ്. ഇത് സൈസ് XL ആണ്. നമുക്ക് നമ്മളെപ്പോഴും സൈസ് ഓരോ ഡ്രസ്സിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ നോർമലി ഡ്രസ്സ് എടുക്കുമ്പം M ആണ് എൻ്റെ സൈസ്. ബട്ട് ചില ഡ്രസ്സുകൾക്ക് XXL ഒക്കെ ആയിരിക്കും ഭംഗി. അതങ്ങനെ ലൂസായിട്ട് ബാഗിയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അതിന് ഭംഗി. അതുകൊണ്ട് ഞാനത് അങ്ങനെ എടുക്കാറുണ്ട്. ചിലത് സ്മോളും എടുക്കാറുണ്ട് ഫോർ ആ ഒരു നല്ല ഫിറ്റ് കിട്ടാനായിട്ട്. ഞാൻ M ആണ് യൂഷ്വൽ എൻ്റെ സൈസ്. ഞാൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് നമ്മൾ ജീൻസിൻ്റെ സൈസ് പറയുമല്ലോ, ജീൻസിൻ്റെ സൈസ് എൻ്റെ 30 ആണ്. പക്ഷേ 30 എനിക്ക് ലൂസായ കേസും ഉണ്ട്, 32 എനിക്ക് ടൈറ്റ് ആയ കേസും ഉണ്ട്. നോർമൽ സൈസസ് 30, ബട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. അത് ബ്രാൻഡിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ്. അതെ, ഇതൊരു സോഫ്റ്റ് കേൾ വൈബ് വരുന്ന വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഇതൊക്കെ കോളേജിൽ ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര വൈബ്രൻ്റ് ആണ് കേട്ടോ. കോളേജിൽ വളരെ വൈബ്രൻ്റ് ആയിരിക്കും. ലൈക്ക് ജസ്റ്റ് കുർത്തീസ് എല്ലാം ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് സ്റ്റിച്ചിങ് ആണ് ഇതിനകത്ത് കൂടുതൽ ഇഷ്ടം. വാങ്ങിക്കാറില്ല. കാരണം എനിക്ക് ആ പ്രത്യേകമായിട്ടുള്ള ഇങ്ങനെ സ്ലിറ്റ് ഇങ്ങനെ ആയിരിക്കണം, സ്ലീവ് ഇങ്ങനെ ആയിരിക്കണം, നെക്ക് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ പ്രത്യേക റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ് അത് ചെയ്തു അങ്ങനെ ചെയ്യാം. ഓക്കെ, വി ക്യാൻ സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് എനിക്ക് സെമിനാറുണ്ട് ഗൈസ്. കോളേജിൽ പോവാണ്, റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 12:41 1 മണിയാകുമ്പോൾ ഇറങ്ങണം, 2 മണിക്ക് ക്ലാസ് കയറണം, 4 മണിക്ക് സെമിനാർ. ഐ ഹാവ് ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അസൈൻമെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അസൈൻമെൻറ്റിൽ സെമിനാർ എടുക്കണം. ടോപ്പിക് എന്തായാലും എക്സ്പേർട്ട് ഒപ്പീനിയൻ, എവിഡൻസിൻ്റെ ആണ് സെമിനാർ. എവിഡൻസിൻ്റെ സെമിനാർ എടുത്തിട്ട് വരാം. ഐ ഗീവ് മൈ സെൽഫ് ഓൾ ദ ബെസ്റ്റ്. 200 പീപ്പിളുള്ള ക്ലാസ്സാണ്. എങ്ങാനും കുളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ നാണം കിട്ടും. ഞാൻ ഇംഗ്ലീഷ് വന്നിട്ട് കുറച്ചില്ലേ. ഇനി സെമിനാർ അവിടെ ചെന്നിട്ട് ഇംഗ്ലീഷ് കൂട്ടണം. സെമിനാർ ഇംഗ്ലീഷ് വേണം എടുക്കുക. അപ്പം ലൈഫ് ഈസ് സോ ദാറ്റ് ഇംബാലൻസ് സിറ്റുവേഷൻ. See you next video. Like, share, comment. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല, എന്തൊക്കെയാണ് പ്രശ്നം എന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നതിൽ 80% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വി ക്യാൻ ബി എ ഫാമിലി ആൻഡ് വി ക്യാൻ ഗ്രോ ഇൻ ഫാഷൻ ടുഗദർ. See you in next video. Bye.